എന്ന് പറയുന്നത് എന്റെ ഭാര്യ മട്ടാഞ്ചേരിക്കാരി. അതാണ് മമ്മൂക്കനെ ഈ കൊച്ചി മട്ടാഞ്ചേരി ഈ ഏരിയയിൽ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോ അതിനൊരു കൾട്ട് ഫോളോവിങ് ഉണ്ട്. അപ്പം ആ ഏരിയ ആയിട്ട് മമ്മൂക്കയ്ക്ക് കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറയുന്നത് എന്റെ ഭാര്യ മട്ടാഞ്ചേരിക്കാരി. സുഹൃത്തുക്കളെ, ഇതിപ്പോ മമ്മൂക്ക പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുകയല്ല. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഏറെക്കാലമായി സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരു കളിയുടെ പേരാണ് മട്ടാഞ്ചേരി മാഫിയയുടെ തലവൻ. നമുക്കിപ്പോൾ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ഭാര്യ വേണമെങ്കിൽ എനിക്ക് മട്ടാഞ്ചേരിയുമായിട്ട് ബന്ധമുണ്ട്, എൻ്റെ ഭാര്യ മട്ടാഞ്ചേരിക്കാരിയാണ്. ഇതാണ് എനിക്ക് വേണമെങ്കിൽ ഈ മട്ടാഞ്ചേരിയുമായിട്ടൊരു ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് എനിക്ക് പറയാൻ കഴിയുക. പിന്നെ മട്ടാഞ്ചേരി ആ ഒരു പ്രദേശത്തെ ഭാഷയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കുറെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ഇദ്ദേഹത്തെ മട്ടാഞ്ചേരി മാഫിയയുടെ തലവനായിട്ടൊക്കെ ഇദ്ദേഹത്തെ അവരോധിക്കുന്നത് കാണാം. ഞാൻ ചുമ്മാ നമ്മുടെ ഗൂഗിൾ അപ്പിനോട് ചോദിച്ചു നോക്കി, അല്ല എന്തുവാണപ്പ ഈ മട്ടാഞ്ചേരി മാഫിയ? അപ്പോ ഉത്തരം കിട്ടിയ സംഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. മലയാള ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും മറ്റു അഭിമുഖങ്ങളിൽ നിരന്തരം കേൾക്കേണ്ടി വരുന്ന ഒരു പ്രയോഗമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ. ഇതൊരു യഥാർത്ഥ അധോലോകമല്ല, ഒരു ക്രിമിനൽ കൂട്ടായ്മയോ ഒന്നുമല്ല. ചില ആളുകൾക്ക് അങ്ങനെ വിചാരിക്കുന്നത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനൽ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ കൂട്ടായ്മയാണ് ഈ ഒരു മട്ടാഞ്ചേരി മാഫിയ. അതിന്റെ തലവനാണ് മമ്മൂട്ടി എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണങ്ങൾ ഇഷ്ടം പോലെ നിങ്ങളും ഞാനും കണ്ടിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് പ്രധാനപ്പെട്ട ചില വിവരങ്ങളൊക്കെ നമ്മൾക്ക് ജെമിനി തന്നിട്ടുണ്ട്. സംഗതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണ് സംഗതി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സംഗതി ഇതിനാണ്, നമ്മുടെ കൊച്ചിയിലെ ആ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രധാനമായിട്ടും മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചു ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം സിനിമാ പ്രവർത്തകർ, സിനിമയുടെ ഉള്ളിലും പുറത്തുമുള്ള ഒരുപാട് പ്രവർത്തകർ, അതിൽ സംവിധായകർ വരുന്നുണ്ട്, തിരക്കഥാകൃത്തുക്കൾ വരുന്നുണ്ട്, നടന്മാർ വരുന്നുണ്ട്, സംഗീത സംവിധായകർ വരുന്നുണ്ട്. ഇവരെല്ലാവരുടെയും ഒരു കൂട്ടായ്മയെ, ഇവരെല്ലാവരെയും ഒരുമിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ആ പ്രദേശത്തെ ആളുകളെല്ലാം ഒരുമിച്ച് നിന്ന് സിനിമകൾ എടുക്കുന്നു. സിനിമകൾ എടുക്കുക മാത്രമല്ല, അത്ര സിനിമകളൊക്കെ ഗംഭീരമായിട്ട് വിജയിക്കുന്നു. ഇത് കാണുമ്പോഴാണ് വേറെ ചിലർക്കെല്ലാം നല്ല കടി കൂടിയിട്ട് ഇതിന്റെ ഭാഗമായിട്ട് മമ്മൂക്ക ഇതെന്തോ ഇതിനൊക്കെ തലവനാണെന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞു വരിക്കുന്നത്. കൃത്യമായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മതമൊക്കെ ഒരു വലിയ ഫാക്റ്റാണ് കേട്ടോ. എന്തായാലും പുതിയ കാലത്തെ സിനിമകളിൽ വന്ന മാറ്റങ്ങളെ വിമർശിക്കുന്നവരാണ് പ്രധാനമായിട്ടും ഈ ഒരു പദം ഇപ്പോൾ ഉപയോഗിച്ച് കാണുന്നത്. ഈ കൂട്ടായ്മയ്ക്കെതിരെ കുറെ വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളൊക്കെ രസകരമായിട്ട് ഇതിലിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു വിമർശന സിനിമയിലെ കുത്തക എന്നുള്ളതാണ്. കാരണം സിനിമ ഏറെ കാലമായിട്ട് കൊച്ചി കേന്ദ്രീകരിച്ചൊക്കെയാണ് നിൽക്കുന്നത്. പിന്നീട് നമ്മുടെ വള്ളുവനാട്ടിലേക്ക് ഇങ്ങോട്ട് വന്നു. ഇപ്പൊ നേരെ കാസർഗോട്ടേക്ക് ആ സിനിമ പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കോഴിക്കോട് കാസർഗോഡ് ഭാഗത്തേക്ക് ആ സിനിമ പോയിട്ടുണ്ടോ എന്നൊക്കെ പറയാം. ഇപ്പോ ഈ പ്രസന്റിൽ നോക്കുന്ന സമയത്ത് ഇതിപ്പോ അവിടെ നിൽക്കുകയാണ്. കൊച്ചി നിന്നൊക്കെ ഇങ്ങനെ മാറിയിട്ട് നമ്മുടെ വള്ളുവനാടും കാസർഗോഡൊക്കെ ആയിട്ട് ഇങ്ങനെ സിനിമ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഏറെ കാലമായിട്ട് സിനിമയുടെ കുത്തക മുഴുവൻ, ഏത് സിനിമ ഇറങ്ങണം, ആരഭിനയിക്കണം, ആരൊക്കെ സംവിധാനം ചെയ്യണം, ആരൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളിൽ മുഴുവൻ തീരുമാനമെടുത്തിരുന്നത് ആ ഒരു പ്രദേശത്തെ കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്തെ ആളുകളായിരുന്നു എന്നാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് വരുന്നത്. പിന്നെ മലയാള സിനിമയെ മുഴുവൻ നിയന്ത്രിക്കാൻ ഈ ഒരു സംഘം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു വർത്തമാനം കൂടി ഉണ്ടായിരുന്നു. അവർക്ക് താല്പര്യമുള്ളവരെ മാത്രമേ അവസരം നൽകുള്ളൂ, താല്പര്യമില്ലാത്ത ആളുകളെ അടിച്ചമർത്തി അവിടെ ഇടും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും ഭീകരമായ ഒരു വലിയൊരു ഇഷ്യൂ ലഹരി ഉപയോഗം എന്ന് പറയുന്നതാണ്. അതായത് സിനിമകളിൽ ലഹരി മരുന്നിനെ മഹത്വവൽക്കരിക്കുന്നവർ മുഴുവൻ ഈ ഒരു ഭാഗത്തു നിന്നുള്ള, അതിലിപ്പോൾ ആഷിഖ് കപൂർ വരും, അല്ലയോ? ആഷിഖ് കപൂർ അഭിനയിക്കുന്ന നടന്മാരിലെ ഒന്ന് രണ്ട് ആളുകൾ, ഇവരെല്ലാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ എന്നാണ് പറയുന്നത്. അതായത് ഇതിനെ ചുക്കാൻ പിടിക്കുന്ന മട്ടാഞ്ചേരി മാഫിയാണ്. ആ മട്ടാഞ്ചേരി മാഫിയുടെ തലവനാണെങ്കിൽ മമ്മൂക്കയാണ്. മറന്നുപോയത് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്ക എന്നുള്ള സംഗതി വേണേ. എങ്കിലാണ് സോഷ്യൽ മീഡിയക്ക് ഇതൊന്നും ഇങ്ങനെ പൊലിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയയിലെ ചില ആളുകൾക്കൊക്കെ വലിയ താല്പര്യം എങ്കിലും ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ സംസ്കാരം, അടുത്താണ് കൾച്ചർ. ഒരു പ്രത്യേക കൾച്ചർ ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ രൂപപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. പരമ്പരാഗതമായ സിനിമാ ശൈലികളിൽ നിന്ന് മാറി
കൊച്ചിൻ സ്ലാങ്ങും നഗര കേന്ദ്രീകൃതമായ കഥകൾ മാത്രം സിനിമയിൽ കൊണ്ടുവരുന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു വള്ളുവനാടൻ സിനിമകളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. മീശ വരിക്കുക, ഉവ്വോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വള്ളുവനാടൻ സിനിമകളായിരുന്നു കൂടുതൽ ഉണ്ടാകുന്നത്. സിനിമ അങ്ങനെയാണ്, ചിലപ്പോൾ ചില പ്രദേശത്തൊക്കെ കുറച്ച് കാലങ്ങൾ നിൽക്കും. ഇപ്പൊ അതൊക്കെ പോയിട്ട് കൊച്ചിയിലാണെങ്കിൽ നമ്മുടെ നാടില്ല, കേരളത്തിലെ സംസ്കാരമില്ല, ഒരു നഗരത്തെ കേന്ദ്രീകരിക്കുന്ന സിനിമകളാണ്. ചില ആളുകൾ മാത്രമാണ്, ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ഇത്തരം സിനിമയിൽ അഭിനയിക്കുന്നതും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇത്തരം ആളുകൾ മാത്രമാണെന്നാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. സത്യത്തില് ഇങ്ങനത്തെ ഒരുപാട് പരാതികളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരാറുണ്ട്. യഥാർത്ഥത്തില് ഒരുമിച്ച് സിനിമ പഠിച്ചവരോ സിനിമയോട് ഒരേ താല്പര്യമുള്ളവരായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ഒരു സംഘം എന്നതിലപ്പുറം വേറെ പേരൊന്നുമില്ല. നോക്കൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും മോഹൻലാലിന്റെ ഒരു കാലഘട്ടത്തിൽ സിനിമ മുഴുവൻ സംവിധാനം ചെയ്തിരുന്ന ആരാ? അങ്ങനെയാണെങ്കിൽ ആ പ്രിയദർശനെയും മോഹൻലാലിന്റെ ആ ഒരു കൂട്ടായ്മയെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഏറെക്കാലം നമ്മുടെ ലോഹിതദാസും സിബി മലയിലും ഒക്കെയുള്ള ഒരു ടീമല്ലായിരുന്നു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. നമ്മൾ അവരെന്ത് പേരിട്ട് വിളിക്കും? ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും ശരിയല്ല, അത്തരത്തിലുള്ള തല്ലുകളുടെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. എന്തൊക്കെയാലും ഒരേ ടേസ്റ്റിലുള്ള കുറെ ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് പരസ്പരം സിനിമ എടുക്കാൻ അവർ പരസ്പരം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, നല്ല മനുഷ്യരാണെങ്കിൽ. എന്തായാലും അതിൽ ചീത്തപ്പേരൊക്കെ ആൾക്കാരുടെ പേര് നിങ്ങൾക്ക് അറിയണ്ടേ? ലിജോസ് പെലിശ്ശേരി ഉണ്ട്, ആഷിഖ് കപൂർ ഉണ്ട്, അമൽ നീരദ് ഉണ്ട്. ഇവരൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവരെ സിനിമയിലേക്കൊക്കെ മമ്മൂക്കയ്ക്ക് ഇത് കിട്ടുന്നത്, അവസരം കിട്ടുന്നത്. സോറി, 2 വീഡിയോയിലും നല്ല കൂട്ടുപോയ നട്ടപാതിരിക്ക വീഡിയോ ചെയ്ത് സോറി കേട്ടോ, ഐ എം സോ സോറി. എന്തായാലും സിനിമയിൽ മലയാള സിനിമയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കൊടുത്തിട്ടുണ്ട്, അത് മറക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കപ്പെടുന്ന ഇത്തരം പ്രദേശത്ത് വന്ന സിനിമകളൊക്കെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ നല്ല പ്രശസ്തി നേടിയ സിനിമകളുണ്ട്. അപ്പോൾ വെറുതെ ചുമ്മാ യുവമാരെ കുറ്റം പറയരുത്. എന്തായാലും ഒരു പ്രത്യേക സിനിമാ ശൈലിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഗതിയെ കുറിച്ചിട്ടൊന്നല്ല, ഒരു പ്രത്യേക സ്ഥലത്ത് ഉണ്ടാകുന്ന ചില പ്രത്യേക സിനിമകളാണ്, സൗഹൃദങ്ങളാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ള കാരണം. പക്ഷേ നമ്മുടെ ചില ആളുകൾക്ക് ചില മതത്തെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് കൂടി ഈ ഒരു പേര് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബൈ.